വയനാട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വയനാടിൻ്റെ ഏറ്റവും മനോഹരമായ സൗന്ദര്യമായ അതിൻ്റെ കാടുകളിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാടിൻ്റെ തന്നെ ചുരുളി എന്ന് നമ്മൾ കേൾക്കുന്ന ചുരുളി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? അപ്പോൾ ചുരുളിയിലെ ഒരു വനയാത്രയാണിത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ റോഡിൻ്റെ രീതിയിൽ കോൺക്രീറ്റ് മാത്രമേ പാകിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ യഥാർത്ഥ ഒരു വനത്തിലൂടെ പോകുന്ന അതേ വഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനീ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഈ പോകുന്ന കാട് ഇതിൻ്റെ അകത്ത് ജനവാസമുള്ള കാടാണ്. ചുരുളി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അറിയാം, നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. അതുപോലെ തന്നെ ഈ കാടിൻ്റെ അകത്ത് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൈബൽസ് യഥാർത്ഥത്തിൽ നമുക്ക് കാണണം, എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടമാണ്. പിന്നീട് അത് മ്യൂസിയത്തിൻ്റെ പരിസരത്ത് തന്നെ കാണപ്പെടുന്നൊരു പ്രതിമയും അതോടൊപ്പം തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സീനറി തന്നെയാണിത്. അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും എത്ര വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാലും നമുക്കവിടെ ഒരു വെയിൽ ഇൻഫ്ലുവൻസ്, ആ ഒരു വെയിലിൻ്റെ ഇതിനെക്കാട്ടിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനറീസൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് കുന്തി ദേവിയുടെ മറ്റെന്തോ പ്രതിമയായിരുന്നു അത്. പിന്നീട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മറ്റൊരു ട്രൈബൽസ് കൂട്ടായ്മയുടെ അടുത്തേക്കായിരുന്നു. അതിൻ്റെ പേര് കാട്ടുനായ്ക്കർ എന്നാണ് ആ ഒരു ട്രൈബൽസ് ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ വീട്ടിലേക്കാണ്, അല്ലെങ്കിൽ അവിടേക്കാണ് നമ്മൾ പോയത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് നായ്ക്കളെ അവരെല്ലാവരും വളർത്തും. അതാണ് ആ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ പോയി ആ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ നായ്ക്കുട്ടികളാണ് ഇതൊക്കെ. ശരിക്കും നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോവുമെങ്കിലും അത്ര പേടിക്കാനൊന്നുമില്ല, കാരണം അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മുടെ അടുത്തേക്ക്. പിന്നീട് ഞാൻ നിന്ന ആ ഒരു വീട്ടിൽ തന്നെ അതിൻ്റെ ചുറ്റും എന്ന് പറയുന്നത് ഒരുപാട് വയലുകളും നമ്മൾ സാധാരണ കാണുന്നതിൻ്റെ അപ്പുറത്തേക്കും അവർക്ക് ഒരുപാട് അവർ വളരെ വിശ്വാസത്തോടൊക്കെയാണ്, ഐതിഹ്യത്തോടൊക്കെ പെരുമാറുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് വയനാട്ടിൽ ആ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ അവരുടെ വയലാണത്. അപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്ത് അവർ വെയിലത്ത് 2 പേര് നിന്ന് കൊയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊപ്പം കൊയ്യാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അതൊരു കുറേ ഏക്കർ വയലുണ്ട്. വയലിൻ്റെ അവിടെ തന്നെ തെങ്ങൻ തോപ്പുണ്ട്, വാഴയുണ്ട്, വാഴത്തോപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ അരുവി, ചെറിയ ചെറിയ പുഴയില്ലേ, അതുമാതിരി അരുവികൾ, പാലം, അങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവരിത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പോകുന്ന സമയത്ത് രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്നതിനിടയിൽ ഇവിടെ ഇത് നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരാണ്. അപ്പോൾ അവരെനിക്ക് ഫുഡൊക്കെ തന്നു. പിന്നീട് ഞാൻ നിന്ന ആ ഒരു ട്രൈബൽ വീടിൻ്റെ അടുത്ത് അവർ ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. ജീവിതമൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നീടൊരു പ്രത്യേകത, ഇവർക്കെല്ലാവർക്കും നന്നായിട്ട് അമ്പ് ചെയ്യാനറിയാം. അപ്പോൾ എനിക്ക് അവിടുത്തെ ആ ഒരു ചേട്ടൻ അമ്പ് ചെയ്ത് കാണിച്ചു തരുമായിരുന്നു എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ. പിന്നീട് അവരുടെ കൃഷിയിടമാണെങ്കിലും പണ്ടത്തെ കാലത്തെ പോലെ തന്നെ അവരൊക്കെ ഫുഡ് കഴിക്കുന്നത് നെല്ല് കുത്തി തന്നെയാണ്. പിന്നീട് ഇത് ആ ഒരു വീട്ടിലെ കുറേ നായ്ക്കളാണ്. ഒരു 7-10 നായകളെങ്കിലും ഒരു വീട്ടിൽ കാണും. അങ്ങനെ ഒരുപാട് നായകളെ ഇവർ വളർത്തുന്നുണ്ട്. ഭയങ്കര പെട്ടെന്ന് ഫ്രണ്ട്ലി ആവും. നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പേടിച്ചു പോകും ഇത്ര നായകളെയൊക്കെ കാണുമ്പോഴത്തേക്കും. പക്ഷേ മനുഷ്യരെക്കാട്ടിലും ഭേദമാണ് നായ്ക്കളെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ വളരെ ഫ്രണ്ട്ലിയാണ് അവർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുഴയുടെ ഒരു ഭാഗമാണ്. ഇത്തരത്തിലുള്ള പുഴകൾ, വീടിൻ്റെയൊക്കെ സൈഡിൽ ഇത്തരത്തിൽ ചെറിയ ചെറിയ അരുവികളൊക്കെ നമുക്ക്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ തന്നെ വയനാടിൽ നമുക്ക് നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തറവാടുകളുണ്ട്. അപ്പോൾ ട്രൈബൽസ് ഗ്രൂപ്പ്സിന് തന്നെ അവരുടേതായിട്ടുള്ള പഴയ കാലത്തെ അവരുടെ തറവാട് വീടുകളൊക്കെ ഒരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് വീണ്ടും ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലൊരു മനോഹരമായ വീടാണിത്. അതുപോലെ ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ല ഒരു ചേട്ടൻ അമ്പ് ചെയ്യുന്നത്, ഇത് അവിടുത്തെ ട്രൈബൽസ് ഗ്രൂപ്പ്സിൻ്റെയൊക്കെ ഒരു കായിക വിനോദം, അങ്ങനെയൊക്കെ രീതി അവരുടെ ഒരു ആയോധന കലയാണ്. അവിടുത്തെ എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ അമ്പ് ചെയ്യാനൊക്കെ അറിയാം. എന്നെ കുട്ടി പഠിപ്പിച്ചതാണത്. അതുപോലെ തന്നെ ഞാൻ വളരെ മിനിമൈസായിട്ട് ഒരുപാട് വിഷ്വൽസ് ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷേ വയനാട് അതിൻ്റെ സ്റ്റോറീസ് അവസാനിക്കുന്നില്ല. നമുക്ക് വീണ്ടും കാണാം.